വിശുദ്ധ നാട് സന്ദർശനത്തിൽ ആശങ്കകൾ ഏറെ ഉണ്ടാകും. പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഭക്ഷണ രീതി, കാലാവസ്ഥ, നമ്മുടെ ശാരീരിക രോഗകാരണങ്ങൾ. ഡിസംബർ മാസം ഏകദേശം പകൽ സമയങ്ങളിൽ 13 മുതൽ 19 ഡിഗ്രി വരെ തണുപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നുവെച്ചാൽ ജാക്കറ്റും ചെവി മൂടത്തക്ക രീതിയിൽ സാമഗ്രികളും കാലിൽ സോക്സും അത്യാവശ്യത്തിന് ചൂടിൻ്റെ വസ്ത്രങ്ങളും. രാത്രി സമയങ്ങളിൽ നാം യാത്ര ചെയ്യാറില്ല. ആ സമയങ്ങളിൽ മുറിയുടെ സുരക്ഷ നമുക്കുണ്ട്. എന്നാൽ മെയ് മാസം ചൂട് സമയമാണ്. 19 ഡിഗ്രി മുതൽ 23 ഡിഗ്രി വരെ മാത്രമാണ് ചൂട്. പകൽ സമയം നല്ല വെളിച്ചവും വെയിലുമാവും. നല്ല പൂക്കളുടെ സമയവും അതുതന്നെയാണ്. വാഹനത്തിൽ ശീതീകരണ പ്രവർത്തനങ്ങളുള്ളതിനാൽ ആവശ്യത്തിന് തണുപ്പിന് വേണ്ടാത്തവർക്ക് അതിനുള്ള ഷാൾ മെയ് മാസങ്ങളിൽ ഉപയോഗിക്കേണ്ടതാണ്. വിശുദ്ധ നാട് സന്ദർശനത്തിൽ മറ്റൊരാശങ്ക ഒത്തിരി നടക്കാനുണ്ടാവും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലെ മലകളാണ് പ്രതീക്ഷിക്കുന്നത്. നാം അവിടെ ചെല്ലുമ്പോൾ താവൂർ മല, ഒലിവ് മല, കാൽവരി മല, കെദ്രോൺ താഴ്വര ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ കിഴുക്കാന്തൂക്കായ മല വഴികളെയാണ് ഓർക്കുന്നത്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിലെ ഭൂപ്രകൃതി ചെറിയ ചെറിയ വലിയ ഉയരങ്ങളില്ലാത്ത കുന്നുകളാണ്. പ്രായമായവർക്ക് അത്യാവശ്യം ഇവിടെ നടക്കാൻ കഴിയുന്നവർക്ക് വിശുദ്ധ നാട് സന്ദർശനം നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം മരുന്നുകൾ കഴിക്കുന്നവർ മരുന്നുകൾ കൃത്യമായിട്ട് മുടങ്ങാതിരിക്കാൻ നോക്കുക. രണ്ടാമതായി സാധാരണ കണ്ടിട്ടുള്ളത്, ഈ യാത്രയിലൊക്കെ കണ്ടിട്ടുള്ളത്, ഈ നടക്കാൻ കഴിയാത്തവർ ഏറ്റവും അവസാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കും. ഇറങ്ങാൻ നേരത്താണ് ബാഗ് എവിടെയാണ് നോക്കുന്നത്, വെള്ളക്കുപ്പി എടുക്കേണ്ടതിനെക്കുറിച്ച് ആലോചിക്കുന്നത്, കയ്യിൽ പണമുണ്ടോ, അതിൽ പേഴ്സുണ്ടോ, ഇതെല്ലാം ആ സമയത്താണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി പകുതി വഴി കഴിയുമ്പോഴും ഇങ്ങനെയുള്ള ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങാറില്ല. ഇതൊഴിവാക്കിയാൽ തന്നെ നമുക്ക് യാത്ര സാവകാശം വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമയ നഷ്ടം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം പോകുന്നവർ തങ്ങളുടെ മനസ്സിൽ സ്ഥലങ്ങൾ കാണണം, അവർ പറയുന്നത് കേൾക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. എന്നാൽ വൈകി വരുന്നവർ, സാവകാശം നടക്കാൻ നോക്കുന്നവർ ഏറ്റവും അവസാനം വരികയും വഴിയിൽ കാണുന്ന ചപ്പും ചവറും എല്ലാം നോക്കുകയും വഴിക്കച്ചവടക്കാരെ സന്തോഷിപ്പിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്ത് ഏറ്റവും അവസാനം സ്ഥലങ്ങളിലെത്തുകയും ചെയ്യും. അവസാനം ഒന്നും കാണാൻ കഴിയാതെ തിരിച്ചു പോരുകയും ചെയ്യും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സമയക്രമം കൃത്യമായി പാലിച്ചാൽ വഴിയിൽ സമയം കളയാതെ, വണ്ടിയിൽ സമയം കളയാതെ, വിശുദ്ധ നാട് സന്ദർശനം എന്നുള്ളത് കുറേ സാധനങ്ങൾ വാങ്ങാനുള്ള യാത്രയാണെന്നോ, ഫോൺ ചെയ്യാനുള്ള യാത്രയാണെന്നോ, വീഡിയോകൾ കാണാനുള്ള സമയമാണെന്നോ, കാരണം വൈഫൈയും മറ്റുമെല്ലാം വാഹനത്തിലുള്ളതുകൊണ്ട് അതും കണ്ടിരിക്കും, അതാണെന്നോ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ നാട് സന്ദർശനം അതാവണം നമ്മുടെ മനസ്സിലുള്ള ഒരു മുഖ്യ വിഷയം. ബാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് എന്ന് മനസ്സിനോട് ഇപ്പോഴേ നാം പറഞ്ഞു തുടങ്ങട്ടെ. രാഷ്ട്രീയ സാഹചര്യം, യുദ്ധം എന്നിവയെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം യാത്ര സുരക്ഷിതമാണെങ്കിൽ മാത്രമാണ് എംബസികൾ നമുക്ക് യാത്ര അനുവദിക്കുകയുള്ളൂ. യാത്ര സമംഗളം പൂർത്തിയാക്കട്ടെ.